ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ട് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വലിയൊരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വേദന കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും വയന്ന് വന്നാൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബീഫ് വെച്ചിട്ടും മുട്ട വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ ഇനിഇത് ചൂടാറാൻ വേണ്ടിയിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. സെയിം അതേ അളവിൽ തന്നെ നമ്മൾ മൈദ എടുത്ത അതേ അളവിൽ തന്നെ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് 2-3 കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ മാവ് അരച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ നെയ്യ് തടവിയിട്ടിട്ടൊരു സോസ് പാനിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പകുതിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, ബാക്കി പകുതി നമുക്ക് മാറ്റി വെക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടും ഈ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള മാവും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇറാനി പോളൊക്കെ ഉണ്ടാക്കുന്നതാണ്. നല്ല എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ നെയ്യ് തടവിയിൽ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.